കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ മാത്രമുള്ള എൻ്റെ റൂമിൽ ഒരുങ്ങാനായിട്ട് ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. നമുക്കൊരു 6 മണിയൊക്കെ ആകുമ്പോൾ താഴോട്ട് ചെല്ലണം സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിനി ഒരുങ്ങാൻ പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴെ പോയിട്ട് സ്പോട്ടിൽ ചെന്നിട്ട് അതെല്ലാം ഇടിച്ചിടണം. സുലിൻ്റെ കണ്ണിനൊക്കെ കണ്ടില്ലേ? അപ്പോൾ നമ്മളവിടെ ഓറഞ്ചും കിവിയും ആപ്പിളും മുട്ടെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്ക് താഴോട്ട് ഇപ്പോൾ ഗൈസ് നമ്മളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് കൂടുതലാണ് ലൈറ്റൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. ഷാമില് നമ്മളുടെ ഫുഡൊക്കെ ആയിട്ട് ഇനി പുറത്തോട്ട് പോകണം. നമ്മളിത് ഓപ്പണാക്കി വെച്ചിട്ടാണ് ഇതുവഴി കൊണ്ടുപോകുന്നത്. ഇതാവുന്നു. എനിക്ക് നേരെ ചൊവ്വേ മുടി പോലൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാം ഇടാം. ഈ അന്തരീക്ഷം ഇപ്പോൾ നമ്മൾ പോണത് ടർഫിൻ്റെ അപ്പുറത്തൊരു സ്പേസ് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറയൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോകാം. ഇതാണ് നമ്മളുടെ സ്പോട്ട്. നമുക്ക് ടർഫിൽ ആൾക്കാർ കളിക്കാൻ വരുന്നതുകൊണ്ട് ടർഫിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റില്ല. ഓൾറെഡി അപ്പുറത്ത് വേറൊരു സെറ്റുകാരുടെ നോമ്പ് തുറയും കൂടെ ഉണ്ട്. നമ്മളപ്പോൾ ഇവിടാണ് എല്ലാം സെറ്റ് ചെയ്യാൻ പോണത്. നമ്മളുടെ വെക്കുന്നുണ്ട്. ഫെബി ശ്രേയ കൊണ്ട് വെക്കൂ. ശ്രേയ ഫ്രം പഞ്ചാബി, ശ്രേയ ഫ്രം പത്തനംതിട്ട. അപ്പൊ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ. കറക്റ്റ് എത്ര മണിക്കാണ് നോമ്പ് തുറക്കുന്നത്? 6:30 പരിപാടി. അതുവരെ നമുക്ക് ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കിക്കാം. നമ്മളുടെ മന്തി ലക്ഷ്യമാക്കി പൂച്ചയൊക്കെ പോകും. ഇപ്പൊ നമ്മളുടെ ബാക്കി ഫുഡ് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഇനി ഇവിടെ കമ്പിളിട്ടോണ്ട് വന്നിട്ട് ഷോയൊക്കെ ഇറക്കുന്നത് എൻ്റെ അടുത്തൊന്നൊക്കെ ഇടുക്കി കാണിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഫുഡെല്ലാം സെറ്റ് ആക്കണം. ഫുള്ള് ഇവിടെ ഒരുങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും വരൂ. ജിഷാന എത്തിയിട്ടുണ്ട്. ഫെബി, ശ്രേയ, അലൻ, ഡൈഷയാണ് ഇന്ന് സീൻ. ഡൈഷയുടെ നമ്മളുടെ ലീഡറിനെ മിസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ലീഡർ. ഈ ലുക്കിന്റെ പേരെന്താണ്? നമ്മളപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഞാൻ മാല മാറ്റിയില്ല, തകടാ കിടന്നത്. അപ്പോൾ ഞാൻ ഇനി റൂമിൽ ചെന്നിട്ട് മാല മാറ്റിയിട്ട് വരണം. ഒരാൾ വലിയ ബാഗൊക്കെ എടുത്തുകൊണ്ട് നോമ്പ് തുറക്ക് പോണേ. നമ്മളുടെ പ്ലേറ്റിൽ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ പ്ലേറ്റ് ഫുള്ള് സെറ്റാക്കുന്നുണ്ട്. നമ്മളെ കണ്ട് അലപ്പാണ് ഇവിടുത്തെ കിളികൾ. ഫുള്ള് കൂട് കയറുന്ന നേരമായതുകൊണ്ട് എല്ലാം കൂടെ നല്ല അലപ്പായിട്ടുണ്ട്. ഇവിടെ എൻ്റെ വീഡിയോ എടുക്കുന്ന റിച്ചാണ്. ഈ വീഡിയോ എടുക്കുന്ന നമ്മളെ ഇൻസ്റ്റയിൽ റീലിടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഫസ്റ്റ് ഫോട്ടോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ മോമോസ്, ചട്ടിപ്പത്തിരി, കട്ട്ലറ്റ്, സമൂസ, മുട്ട ബജ്ജി, ഉള്ളിവട. നമ്മൾ ഇവരൊക്കെ നോമ്പ് തുറക്കാൻ തുടങ്ങി. നമ്മൾ നോമ്പല്ലാത്തതുകൊണ്ട് നോമ്പ് തുറക്കുന്നില്ല. നോമ്പൊന്നുമില്ല നമുക്ക്. എന്തൊക്കെയോ കാര്യമായിട്ടൊന്ന് പറയുന്നുണ്ട്. ഡേറ്റ്സ് ഇഷാന നോമ്പ് തുറക്കാണ് ഗൈസ്. ഇഷാനയുടെ നോമ്പ്. അപ്പൊ വീഡിയോ ഇരിക്കും. വൈറ്റ് പീസ ഉണ്ട്. ഇപ്പോൾ അതിനും നമുക്ക് കൊടുക്കണം. നോമ്പ് തുറക്കാൻ നമ്മളുടെ കൂടെ പീസ് സാറും കൂടെ ഉണ്ട്. ഇവിടെ നമ്മുടെ പായസം ഒരു തരത്തിലും വരുന്നില്ല. കുറേ നേരം കൊണ്ട് നമ്മൾ തട്ടി കളിക്കുന്നുണ്ട്. സമൂസ ഉണ്ടാക്കിയവനാണ് പുറകിരുത് ചിരിച്ചോണ്ടിരിക്കുന്നത്. ആശക്ക് നടക്കുന്നോ? എങ്ങനെയുണ്ട്? റിവ്യൂ പറയൂ. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഹൈലൈറ്റ് നമ്മളുടെ കട്ട്ലറ്റും സമോസായിരുന്നു. ഓഹോ, ചട്ടിപ്പത്തിരി തിന്നോ? ചട്ടിപ്പത്തിരി തിന്നിട്ടില്ല. നമ്മള് കഴിച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മന്തി കഴിക്കാനുണ്ട്. സുഹൈബ് റിവ്യൂ പറയൂ. എങ്ങനെയാണ്? ഞങ്ങളെ പറ്റി പറയൂ. ഞങ്ങളല്ലേ ഇതിൽ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ കൈപ്പുണ്യത്തെ പറ്റി പറയൂ. ഒച്ചത്തി പറ. നല്ല ടേസ്റ്റ് ഉണ്ടോ?
എടാ ഇഷ്ടമുണ്ട് ഉള്ളിയുടെ ഇഷ്ടമുണ്ട് ഇഷ്ടമായി സോ ഗുഡ് ഐ ലവ് ഇറ്റ് ഐ ലവ് എവറിത്തിങ്. ഒരാളിവിടെ ലെയർ മൂടി 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 കുത്തിയിരിക്കുന്നു തളത്തിട്ട്. ശ്രേയക്ക് പൂച്ച കണ്ണ് ഫ്ലാഷ് അടിച്ചപ്പോ എല്ലാവർക്കും പൂച്ചക്കണ്ണ്. ഒരാള് താണ്ടെ മാറ്റം നോക്കി. റിഷാന അവര് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ സെറ്റുകാർ വിളിച്ചോണ്ട് വിട്ടിട്ട് റിഷാൻ അവിടുന്ന് ഓടി ഓടി വരുന്നുണ്ട്. വേഗം വാ. റിഷാൻ എത്തിയിട്ടുണ്ട്. സുധു സ്റ്റക്കായി. സുധുവിനെ കാല് മരവിച്ചിട്ട് അവിടെ നിന്ന് എണ്ണിക്കാൻ പോലും പറ്റുന്നില്ല. സുധു അവിടെ നിന്ന് ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ കളിക്കുന്നത്. നമ്മളങ്ങനെ നമ്മളുടെ നോമ്പൂരൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കാരണം കടിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മന്തി കഴിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ചൊരു പ്രെയർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് നോമ്പെടുത്തവർ. അപ്പോൾ അവർ പ്രെയർ ചെയ്ത് വന്നിട്ട് നമുക്ക് ഹട്ടിലിരുന്ന് മന്തി കഴിക്കണം. അതുമാത്രമല്ല ഇന്നിവിടെ ഇപ്പോൾ കറക്റ്റ്ലി ഇവിടെ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് കുറച്ച് പേർക്കൊന്നും തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്ലീവ്ലെസ് ഇട്ടിട്ട് നൈസ് വന്നിട്ട് അവൾക്ക് ഒട്ടും പറ്റാഞ്ഞുകൊണ്ട് അവൾ റൂമിൽ പോയിരിക്കുക. അപ്പോൾ അവൾ പോയിട്ട് ഇനി വന്ന് ജാക്കറ്റ് ഇട്ടുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ നേരെ ഹട്ടിൽ പോയിരുന്ന് മന്തി കഴിക്കുന്നതായിരിക്കും. നാളത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം മൂക്കൊക്കെ ഇപ്പോഴേ നല്ലോണം അടഞ്ഞു തുടങ്ങി. എന്തായാലും പോട്ടെ, ഒറ്റ ദിവസത്തേക്കല്ലേ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ചട്നി അരയ്ക്കാൻ പോവാണ്. നമ്മൾക്ക് ടൈം ഇതായതുകൊണ്ട് നമ്മൾ നേരെ വന്നപ്പോൾ ചട്നി അരയ്ക്കാനാണ് വന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് റൂമിൽ പോയിട്ട് ചട്നി അരച്ചിട്ട് വരണം. ടൊമാറ്റോ ചട്നി മന്തിക്ക്. ആദ്യം നമ്മളുടെ പ്ലാനിൽ ഈ ചട്നി എന്നുള്ള ഐഡിയ ഇല്ലായിരുന്നു, കാരണം മയോണൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ മയോണൈസ് ഒരാൾക്ക് സീനായതുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് കഴിച്ചപ്പോൾ അവൾക്ക് വയറുവേദന എടുത്തുകൊണ്ട് നമുക്ക് അവൾക്ക് വേണ്ടി ചട്നി അടിക്കണം. അതുമാത്രമല്ല കുറച്ച് നേരത്തെ ചട്നി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചട്നി നമ്മുടെ ലാസ്റ്റ് ലിസ്റ്റ് കയറി വന്നതാണ്. നമുക്ക് ചട്നി അടിച്ചിട്ട് നേരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്ത് പറ്റി ബ്രോ? മന്തി കഴിക്കാൻ പോകണം ഗൈസ്. ഇതൊക്കെയാണ് നമ്മളുടെ ന്യൂ ഫാഷൻ. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്ത് ഫുഡ് വാങ്ങാൻ വേണ്ടി പോത്തില്ലേ, കഞ്ഞി ചോറ് വാങ്ങാൻ വേണ്ടി പോണ പോലെ നമ്മള് മന്തി കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് ഒക്കെ ആയിട്ട് പോവുകയാണ്. ഒരു പണി സ്റ്റെപ്പിൽ കുത്തിയിരിക്കുന്ന സാധനം. ആദ്യം മാസമായിട്ട് വന്നവരെല്ലാം ജാക്കറ്റ് ഒക്കെ ഇട്ട് മന്തി കഴിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ മൂക്കുത്തി കാണിക്കേ, കൊച്ചു മൂക്കൂത്താതെ മൂക്കുത്തി കിട്ടി വന്ന് പഞ്ചാബി കാര്യനെ കണക്കിരിക്കുകയാണ്. ഇവിടെ എന്താ പരിപാടി? അമ്മയും കുഞ്ഞും കളിക്കുന്നു ഇവിടെ ഇരുന്ന് വരണം. നാളെ പ്രസന്റേഷൻ ചെയ്യേണ്ട ആള് പനി പിടിച്ച് ചാവാറായി. നമ്മളപ്പോ ഇപ്പൊ ഹട്ടിലെത്തിയിട്ടുണ്ട്. ഹട്ടിലാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോണത്, മന്തി കഴിക്കാൻ പോകുന്നത്. താങ്കൾക്ക് തണുക്കുന്നുണ്ടോ? ഇത്രയും ഹോട്ട് പോലെ ഇടാതെ ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു പുരുഷനല്ലേ, ഇങ്ങനെയൊക്കെയാണോ? തണുത്തൂടാ, മനുഷ്യനാണേലും തണുത്തൂടാ. മനുഷ്യനല്ല, ഇവനൊരു he's an alien creature. Even NASA hasn't found this creature yet. നമ്മളാണെങ്കിൽ നല്ലോണം തണുപ്പൊക്കെ അഡാപ്റ്റ് ചെയ്തിരിക്കുക. നൈറ്റിയുടെ പൊക്കത്ത് കോട്ടൊക്കെ ഇട്ടോണ്ടിരിക്കുന്ന ഇതൊന്നും ശരിയല്ല റിഷാന്, ശരിയല്ല. കണ്ടോ, അടിഭാഗത്തിട്ട് സൂം ചെയ്ത് കാണിച്ചുതരാം. ക്രോക്സ്, നൈറ്റി, കോട്ട്. കൊള്ളാം. എന്ത് എവിടെ പോവാ? എന്താ സംഭവം? എന്താ കണ്ണ് സുഖേട് വല്ലതും ഉണ്ടോ താങ്കൾക്ക്? ഇപ്പൊ പറഞ്ഞാൽ ചെക്ക് ചെയ്ത് തരാം. ഐ എം എ ഡോക്ടർ. വളരെ സുന്ദരിയായിട്ട് മൂക്കൂത്തിയൊക്കെ വെച്ചതാ, പക്ഷെ മൂക്കൂത്തി വേറെ വഴിക്ക് പോയി. എല്ലാവരും കൂടെ ഇരുന്ന് ഇപ്പൊ മൂക്കൂത്തി തൊട്ടുകയാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മന്തി കഴിക്കാനായിട്ട്. മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തവി എടുക്കാൻ വേണ്ടി രണ്ടുപേര് റൂമിൽ പോയിട്ടുണ്ട്. അതെന്താ കഴിയുമ്പോൾ നമുക്ക് മന്തി കഴിക്കാം. ഒഴികെ ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്. ഇനി നമ്മളത് ഉപേക്ഷിക്കാൻ പോവുകയാണ്. നമ്മുടെ മന്തിയിലോട്ട് നമുക്ക് അവിടെ മന്തി സെറ്റാക്കാം. ചോറൊക്കെ വിളമ്പുന്നത് നമ്മളുടെ മന്തി കൊണ്ടടുത്ത മയോണൈസ് സെറ്റാക്കാൻ പോണേ. എന്താ ഇതെവിടുന്നാ? പുള്ളി ഉദ്ദേശിച്ച് പുള്ളിക്ക് കൊണ്ടുവന്ന മന്തിയാണ്.
പൂച്ചയ്ക്കും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പൂച്ച ഗർഭിണിയാണ് ഗൈസ്. നമ്മളുടെ മയോണൈസ്, പിന്നെ നമ്മളുടെ ചട്നി എല്ലാം കൂട്ടി നമുക്ക് മന്തിക്കാം. നമ്മുടെ ശ്രേയയുടെ ഏസ്തറ്റിക്ക് മന്തി തീറ്റയാണ്. കഴിക്കും ശ്രേയ, ഏസ്തറ്റിക് ആയിട്ട് കഴിക്കും. ഇന്നത്തെ പോലെ എല്ലാരും സൂപ്പറായിട്ട് കഴിക്കും. മത്തിയൊക്കെ കഴിക്കുന്നതാണ്. പക്ഷെ തണുത്തിട്ട് കൈ അങ്ങോട്ട് കുഴയുന്നില്ല. എല്ലാം വെച്ച് കുറച്ച് ഒരു വിധത്തിലാക്കുന്നുണ്ട്. എൻ്റെ വലിയ സ്ഥലമുണ്ട്. എങ്ങനെ എങ്ങനെ സാധിക്കും? ചോറെടുക്കട്ടെ കുറച്ച് മോരോട്ടിട്ട് വേണ്ടാത്തത്. പറയൂ, എങ്ങനെയുണ്ടായി നമ്മളെ ഇഫ്താർ? പറയൂ, ചിരിക്കാനല്ല പറയൂ. Hard work. I also did very much hard work. Very happy. And like was all nice. വളരെ ടേസ്റ്റുള്ള മന്തി. ആരുണ്ടാക്കിയത്? നിങ്ങളുടെ ഗ്രൂപ്പിലെ ഗേൾസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയ മന്തിയാണ് കഴിക്കുന്നത്. നമ്മൾ മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ഭൂഷാലികൾക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന മന്തി പോലൂടാന്ന് ഒക്കെ. പക്ഷെ നമ്മളുടെ മന്തിയുണ്ട്, ഈ മന്തിയുണ്ട്. സീരിയസ് ആയിട്ട് അപ്പൊ നമ്മൾ മന്തി എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിച്ച് കഴിഞ്ഞില്ല, ഞാൻ കുറച്ച് കുഴച്ച് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മന്തി നമ്മൾ പുറത്തുകൊണ്ടാണല്ലോ വെച്ചത്. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് മന്തി ഇരുന്നിച്ചത് ഐസ് വരെ എന്നല്ല, ചൂട് മാറിയിട്ട് നല്ലോണം കുറച്ച് തണുത്തു. അപ്പോൾ നമ്മളുടെ കൈയും കൂടെ മരവിച്ചുകൊണ്ട് അതെനിക്കൊന്നും കുഴയ്ക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ മയോണൈസ് എല്ലാം കൂടെ ആയപ്പോൾ വേറൊരു ഫ്ലേവർ എല്ലാം കൂടെ അവിടെ ഫുള്ള് കഴിക്കാൻ പറ്റില്ല. പിന്നെ സ്പ്രൈറ്റൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞു. അപ്പോൾ ഇനി അധികം പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ഹീറ്ററിൽ പോയി നിൽക്കണം. അതാണ് ഇതൊരു ഒറ്റ ആശ്വാസം. കൈയൊക്കെ ഞാൻ മരവിച്ച് ഞാൻ വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ലോണം അടഞ്ഞു. നാളത്തെ കാര്യം തീരുമാനമായി. കാരണം നമുക്കിനി 2 തിങ്കളാഴ്ച ക്ലാസ്സില്ല, ചൊവ്വയും ബുധനും കൂടെ ക്ലാസ്സിൽ പോയാൽ മതി. വ്യാഴാഴ്ചയും ഉണ്ട്, പിന്നെ വെള്ളി ശനിയും നമുക്ക് ഇഫ്താറിൻ്റെ ലീവാണ്. അതുകൊണ്ടൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കി അവിടെ ക്ലീനൊക്കെ ആക്കാൻ പോവാം. തീരെ വയ്യാന്ന് പറഞ്ഞ 2 പേര് ഇതോ അവിടെ കിടന്ന് ഓടിപ്പിടുത്താൻ കളിക്കുന്നത്. ഇവളാണ് നേരത്തെ തണുത്ത് മരവിച്ച് റൂമിൽ പോയി ജാക്കറ്റൊക്കെ എടുത്തിട്ട് വന്ന ആള്. ഓളിപ്പം കുതിര ഓടുന്നതൊക്കെ ഓടുന്നത്. എന്താണ് ഐശ്വര്യ ഇത്? നമ്മളുടെ ഇതെല്ലാം നമുക്ക് ഇവിടെ ക്ലീനാക്കണം. ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇനി റൂമിൽ കൊണ്ട് വെക്കണം. ആകെ അലമ്പായിട്ടുണ്ട് ഹട്ട് ഫുള്ള്. അപ്പോൾ നിസാര എന്താണ് ഇന്നത്തെ ഡേനെ പറ്റി അഭിപ്രായം? നമ്മൾ ഇത്ര നാള് മന്തി ചെയ്ത് ആ ക്ഷീണം എല്ലാം നമ്മൾ ഒറ്റയടിക്ക് നോമ്പ് തുറന്ന് തീർത്തിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ എത്ര കൂട്ടം പലഹാരം ഞങ്ങൾ ഉണ്ടാക്കിയതറിയാം. നമ്മൾ മൾട്ടിറ്റാലന്റ് പേഴ്സണാണ്. നമ്മളല്ല ഇവള് അങ്ങനെയല്ല, നമ്മളെല്ലാരും കൂടെ എല്ലാരും കൂടെ ചേർന്നത് കൊണ്ടാണ് നമുക്ക് വേഗം സെറ്റാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ടൈമിൽ തീരത്തില്ലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം പുറകിൽ വരുന്നത്. എന്തിനാണ് റിഷാന്റെ കോട്ട് അടിച്ച് മാറ്റില്ലേ? എന്താ വെച്ച് നടക്കുമ്പോൾ ഹനൂഫ് വരുന്നുണ്ട്. നമ്മോടെ അവർ പിടി. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോവാം. നമ്മളുടെ വീഡിയോ ഒന്ന് എടുത്തുതരാൻ പറഞ്ഞപ്പോ ഒരുത്തരോട് കൂളിംഗ് ഗ്ലാസ് തപ്പുന്നു. നമ്മൾ മൂക്കൂത്തി കണ്ടുപിടിച്ചിട്ടുണ്ട്. സൈഡിലുണ്ട്. റിഷാന്റെ കുട്ടിയല്ല, എന്റെ കുട്ടി. മുക്കുത്തി കാണിക്കൂ, മുക്കുത്തി കാണിക്കൂ. മൂക്കൂത്തി കിട്ടി ഗായ്സ്. അന്ന് റിഷാൻ തന്നെ വേണ്ടി വന്നു. ഞാൻ
എന്താണ് ഇവിടെ നടക്കുന്നത്? ശരിയല്ല, എല്ലാരെയും കെട്ടിപ്പിടിക്കുന്നു. എന്താ താങ്കൾക്ക് എന്താ വേണ്ടത്? മൊത്തം കണക്ക് 5 ടീ അതിലെ 2 ഇഞ്ചി ടീ. I have like 8 kids. I'm trying to make my own football team. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല തണുപ്പായിട്ടുണ്ട്, ചാറായി. ഇതൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തിട്ട് നേരെ റൂമിൽ പോവാം. ഇയാൾ കളിയൊക്കെ ഒന്നും വേണ്ട, ഇയാൾ എന്ത് കോലവാ. വേറെ ഗ്രൂപ്പിന്റെ നോമ്പ് തുറക്കുന്ന ആൾക്കാർ, ഓക്കെ. ഇവിടെ നമ്മളുടെ ആൾക്കാർ. ബംഗാളി എവിടെ പോണു? നമ്മുടെ ഏതാണ്ട് ഓരോ ഹോസ്റ്റലിന്റെ ബാഗിൽ എത്തിയിട്ടുണ്ട്. ഇത് ഉസ്ബക്ക് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഇവിടെ ഇരുന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോണത്. ഇവിടെ രണ്ടുപേരും കെട്ടിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്. കൊച്ചിനെ തണുത്തിട്ട് ഇടക്കിടക്ക് കെട്ടി പിടിച്ചിരിക്കുന്നത്. ആയിഷ ഷസ്മിനെ ഇട്ടച്ച് പോയി. ആയിഷ ഷസ്മിനെ ഇട്ടച്ച് പോയി. പള്ളിയിലച്ഛനും പള്ളിയിലും മുക്രിയും നമ്മൾ അപ്പൊ നമ്മൾ ഇഫ്താർ പാർട്ടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. പാത്രം എല്ലാം കൂടെ നമ്മൾ മേലോട്ട് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ള പരിപാടി, ലാസ്റ്റ് പരിപാടിയാണ്. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാം, പോയി കിടന്നുറങ്ങാം. നാളെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഇഫ്താർ പാർട്ടിനെ പറ്റിയിട്ട് എല്ലാവരും അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. ഓക്കെ, ബൈ.